അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കാറിൽ യാത്ര ചെയ്യുകയാണ്, പെട്ടെന്ന് ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി. അപ്പൊ നമുക്ക് ഓഫീസിൽ എത്തുകയും ചെയ്യണം. അപ്പോ നമുക്ക് മനസ്സിലായി സമയം ഒരു 10 നമ്മൾ 10 മിനിറ്റ് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളില് ആ ഒരു നരേഷൻ ഉണ്ടാവാൻ തുടങ്ങുകയാണ്. ഇനി ഒന്നാന്ന് പറയുന്നത് നമ്മൾ താമസിച്ച് അവിടെ ഓഫീസിൽ എത്താൻ പോകുന്നതിന്റെ ഒരു എക്സ്ക്യൂസ് നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ താമസിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ബോസ് നമ്മളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിന്റെ ഒരു വേഴ്സ്റ്റ് കേസ് സെനാരിയോ എന്തായിരിക്കും, ഇതെല്ലാം നമ്മുടെ മനസ്സ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരു നരേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ നരേഷനാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഒരു സഫറിങ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് ഒരുപക്ഷെ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. നമ്മൾ ആ സമയത്ത് സഫർ ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് ആഹ് നമ്മുടെ ഉള്ളിൽ ആ ഒരു സഫറിങ് ആയിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും പെട്ടെന്ന് ഒരു ഇവന്റ് വന്നു, ഒരു ചാലഞ്ച് നമ്മുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഒരു വേഴ്സ്റ്റ് കേസ് സെനാരിയോയിലേക്ക് ചിലപ്പോൾ പോകും. അപ്പൊ ഈ വേഴ്സ്റ്റ് കേസിൽ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മളൊരു സഫറിങ് ആണ്, അതായത് ഇങ്ങനെ ഈ കാര്യം നടന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ് പെട്ടെന്ന് അതേക്കുറിച്ച് ഒരു കഥയുണ്ടാക്കും. ആ കഥയുടെ കാഠിന്യം അനുസരിച്ചായിരിക്കും നമ്മൾ എത്രത്തോളം അത് സഫർ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ ഒരു അവയർനെസ്സിൽ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മനസ്സ് ഒരു നരേഷൻ, ഒരു കഥ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇത് മനസ്സുണ്ടാക്കുന്ന ഒരു കഥയാണ്, ഇങ്ങനെ തന്നെ ഇത് എപ്പോഴും സംഭവിക്കണമെന്നില്ല എന്ന് നമ്മൾ മനസ്സിനെ പഠിപ്പിക്കുന്നതാണ് ഇതിന്റെ ഒരാശയം എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് എന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ നരേഷനിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ മനസ്സൊരു സ്റ്റോറിയിലേക്ക് പോവുകയാണ് എന്ന് തിരിച്ചറിയാനാണ് ആദ്യത്തെ ബുദ്ധിമുട്ട്. അപ്പൊ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇതൊരു നരേഷനാണ്, അതുകൊണ്ട് ഇതിനെ നമ്മൾ മനസ്സിൽ പരിഗണിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇത് പരിശീലിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. പക്ഷെ നമ്മൾ നിരന്തരം ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ മറ്റ് പല വിഷയങ്ങളും പറയുമ്പോൾ ഈ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരു ഗ്രാഹ്യം കിട്ടും. പക്ഷെ ഇന്ന് മുതൽ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതായത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സ് കഥകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിപ്പോ ചിലപ്പോൾ ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാർത്ത കേൾക്കുമ്പോഴായിരിക്കാം. എന്തിനും ഏതിനും നമ്മുടെ മനസ്സിന് അതേക്കുറിച്ചൊരു കഥ ഉണ്ടാക്കും.